ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മായ മനസ്സം. അപ്പോൾ ഗൈസ്, ഇത് ഇത്ര സന്തോഷിക്കാൻ കാരണം നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഇന്ന് 2 സർപ്രൈസിങ് വീഡിയോ ആണ്. നമ്മൾ പുതിയ കാർ എടുക്കാനും പോവുകയാണ്. പിന്നെ അമ്മയുടെയും പപ്പയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞാനും അമ്മയും ചേച്ചിയും കൂടി പ്ലാൻ ചെയ്തിട്ട് ചെറിയൊരു ഗിഫ്റ്റും കൂടി പപ്പയ്ക്ക് കൊടുക്കാൻ പോവുകയാണ്. എൻ്റെ മെയിൻ പ്ലാൻ അമ്മയ്ക്കായിരുന്നു. പിന്നെ ഞാനും അമ്മയും കൂടി കുറേ പ്ലാൻ ചെയ്തിട്ട് ഇന്ന് കൊടുക്കാൻ പോവുകയാണ്. ഇന്ന് തേഴ്സ്ഡേ 23rd January, അമ്മയുടെ അവിടെ വെഡ്ഡിങ് ആനിവേഴ്സറി 25th January സാറ്റർഡേ. അപ്പം ഇന്ന് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. പ്ലാനും അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. പക്ഷെ ഇപ്പോൾ ഒരു പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ്. കാരണം വണ്ടി എടുക്കലും ഇതും ഒരുമിച്ചായിപ്പോയി. അപ്പോൾ പപ്പ ലുലു വരെ പോയിരിക്കുകയാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാനും അമ്മയും കൂടിയിട്ട് ഗോൾഡ് കൊടുക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ ഇവിടെ അടുത്തുള്ള ലുലുവിൽ നമ്മൾ മലബാർ ഗോൾഡിൽ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു വെച്ചു. അവിടുത്തെ അങ്കിളും ഞാനും കൂടി കോൺടാക്റ്റൊക്കെ ചെയ്ത് നേരത്തെ സെറ്റാക്കി വെച്ചതാണ്. പക്ഷേ ഇപ്പോൾ ലുലു പോകണമെങ്കിൽ എന്തെങ്കിലും റീസൺ വേണമല്ലോ. റീസണൊക്കെ കണ്ടുപിടിച്ച് പോകാൻ നിൽക്കുമ്പോഴേക്കുമാണ് ഈ കാർ എടുക്കൽ ഇത് വന്നത്. അപ്പോൾ പെട്ടെന്ന് ടൈമുമായി. അപ്പോൾ പപ്പ വേഗം ലുലുക്കും പോയി. എനിക്ക് കുളിക്കാനുള്ളതുകൊണ്ട് ഞാൻ കുളിച്ചിട്ടിരിക്കുമ്പോഴേക്കും ലേറ്റും ആയി. അപ്പോൾ പപ്പ നേരത്തെ പോയി. അപ്പോൾ പപ്പ ഇപ്പോൾ വരും തിരിച്ച്. സാധനം വാങ്ങാൻ വേണ്ടി പോയതാണ്. ഞാൻ പറഞ്ഞതാണ് നമുക്ക് ഒരുമിച്ച് കൂടി പോകാമെന്ന്. പക്ഷേ ടൈം എടുക്കും. എന്നിട്ട് പപ്പ നേരത്തെ പോയി. ലുലു പോവുകയാണെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗോൾഡും എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓൾറെഡി റീസൺ കണ്ടെടുത്തുമ്പോഴേക്കാണ് ഈ കാർ എടുക്കലും കൂടി വന്നത്. കാർ എടുക്കൽ നമ്മൾ നേരത്തെ ഓർഡർ ചെയ്ത് വെച്ചാൽ, പക്ഷേ ഇന്ന് കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. അപ്പോൾ നമ്മൾ ഓരോ പ്ലാനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും അമ്മയും കൂടി ഇപ്പോൾ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഇപ്പോൾ പ്ലാൻ ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞിട്ടും. സോ നമുക്ക് ഇനി വരണടുത്ത് വെച്ച് കാണാം ഗൈസ്. ഇനി നമ്മൾ നേരെ കാർ എടുക്കാനാണ് പോകുന്നത്. ഷോറൂമിലേക്ക് പോയിട്ട് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ബാക്കി അപ്പോഴത്തെ എന്താണ് ഇത് ചെയ്യണത് അത് ചെയ്യും. സോ ഇന്ന് കൊടുക്കുമെന്ന് അറിയില്ല, ഇനി നാളെ കൊടുക്കുമെന്ന് അറിയില്ല. സോ ലെറ്റ്സ് സീ. എങ്കിലും നേരെ വീട്ടിലോട്ട് ഞാൻ ഇനി റെഡി ആവട്ടെ കേട്ടോ. പപ്പ ഇപ്പോൾ വെളിയിൽ പോയിരിക്കുകയാണ്. ഇപ്പോൾ വേഗം വരും. ആ ടൈമിൽ ഞാനിപ്പോൾ ഇൻട്രോ തന്നെ എടുത്തത്. നമുക്കിനി വേഗം റെഡി ആവാം. ഓക്കെ, ബൈ. എങ്ങോട്ടാ പോണപ്പോൾ? ഏത് വണ്ടിന്നൊന്നും പറഞ്ഞിട്ടില്ല. പറയണ്ടപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും കുറച്ചല്ലേ കേട്ടിട്ടുള്ളൂ. ബാക്കി നമുക്ക് അവിടെ പോയിട്ട് കാണാം. നമ്മളിപ്പം നമ്മൾ ഉണ്ടായിരുന്ന വണ്ടി എൻ്റെ കയ്യിൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന വണ്ടി നമ്മൾ ഓൾറെഡി സെയിൽ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഒരു പപ്പയുടെ ഫ്രണ്ടിൻ്റെ ഒരു വണ്ടിയാണ്. നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ പുതിയ വണ്ടി എടുക്കാം. ഓക്കെ, നമ്മുടെ വണ്ടി അതായിരിക്കണം. 6 മണിയായിട്ടുള്ള ഗൈസ്. പക്ഷേ ഇരുട്ട് കണ്ടാൽ തോന്നും 8 മണിയായി എന്നൊക്കെ. പക്ഷേ സമയം 6 മണിയായിട്ടുള്ളൂ. നമ്മളിപ്പോൾ വേറൊരു സ്ഥലത്താണ് ഗൈസ്. കാരണം നമ്മൾ ഇപ്പോൾ ഷോറൂമിലേക്കാണ് പോകുന്നത്. അവിടുന്ന് വണ്ടി എടുത്തിട്ട് ആ വണ്ടിയിൽ വരും. ഇതിപ്പോൾ നമ്മൾ പപ്പയുടെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണല്ലോ എടുത്തത്. ഇപ്പോൾ പപ്പയുടെ ഫ്രണ്ടും നമ്മൾ രണ്ടുപേരും കൂടിയിട്ട് ഒരുമിച്ച് പോകും. എന്നിട്ട് നമ്മൾ വണ്ടി എടുത്തിട്ട് വണ്ടി പോവുകയാണ്. ഇത് മറ്റേ വീട്ടിൻ്റെ ചാവിയും നമ്മൾ മറ്റേ കാറിലുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളിലാണ്. ഇനി ആ കാറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ, വണ്ടിയിലാണ് പോവാൻ നിൽക്കുന്നത്. ഇവിടെയാണ് ഗൈസ്. കാറ് ഓൾറെഡി വന്നു. പക്ഷെ നമ്മളിപ്പോൾ എന്ത് ഗ്ലാസ് ചെയ്യാൻ വന്നതാണ്. നമ്മുടെ കാറ് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഷോറൂമിൽ നിന്ന് നേരെ ഇറക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഗ്ലാസ്സിൽ എന്തോ ഒപ്പിച്ചു. അതിനുശേഷം ഇപ്പോൾ വെളിയിൽ നിൽക്കുന്നുണ്ട്. കാണിച്ചു തരാം. കാർ ഏതെന്ന് കാണിച്ചു തരാം. ഓൾറെഡി പറഞ്ഞല്ലോ, ടൊയോട്ട വെല്ലോസ് എന്നാട്ടോ കാറും.
ആക്ച്വലി നമ്മൾ നേരത്തെ ഓർഡർ കൊടുത്തതാണ്. അപ്പോൾ അവർ പറഞ്ഞു 2025 മോഡൽ തരാമെന്നും. ഇതിപ്പോൾ 2025 മോഡലാണ് ടൊയോട്ട വെല്ലോസ്. ഉള്ളിലൊക്കെ ഇത് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു. നമുക്കിനി ഷോറൂമിൽ കൂടി പോകണം. നമുക്കിനി ഫസ്റ്റ് ആയിട്ട് കയറാം. Dent. Oh. നമ്മുടെ ക്യാമറ സോ ഗൈസ്, ഇത് നമ്മള് ഞാൻ ഓൾറെഡി വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ്. പുതിയതാണ് ഗൈസ്. നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ഇത് ഇടാൻ പറഞ്ഞിട്ട് നമ്മൾ വെച്ചതാണ്. ഇത് ചേച്ചിക്ക് ഗിഫ്റ്റ് കിട്ടിയതാട്ടോ, വിദ്യ കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ അപ്പം തന്നെ തീരുമാനിച്ചാണ് ഇത് നമ്മുടെ കാറിൽ തന്നെ ഇടണമെന്ന്. അപ്പോൾ ഇത് കാറിൽ ഇടണം. എന്നിട്ട് ഇട്ടിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ എന്ത് സാധനം? ഇതിപ്പോൾ അവർ തന്നതാണ്. ഇത് ബാക്കിൽ എങ്ങനെയാണ് കേട്ടോ, സ്പേഷ്യസ് ഉണ്ട്. 7 സീറ്ററാണ്. ഇത് കണ്ടില്ലേ? ഇപ്പൊ നമ്മള് ഷോറൂമിലാണ് ഉള്ളത്. നമുക്ക് കാർ കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഷോറൂമിലേക്ക് പോവുകയാണ്. ഇനിയാണ് നമ്മുടെ മെയിൻ സർപ്രൈസ്. അതിന് ഗിഫ്റ്റ് കൊടുക്കാനുള്ളത്. അത് നമ്മളിനി കാറ് വാങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ലുലു പോവും. ചിലപ്പോൾ കഴിച്ചിട്ടായിരിക്കും ലുലു പോകുന്നുണ്ടാവുക. നമ്മൾ ഷോറൂമിലേക്കാണ് പോകുന്നത്. അപ്പോൾ വരുന്നുണ്ട്. നമുക്കിനി നേരെ ലുലു പോയിട്ട് സാധനം വാങ്ങാം. അതെനിക്ക് 2 കയ്യിൽ ഫോണായതുകൊണ്ട് കിട്ടുന്നില്ല. ഓക്കെ. സോ ഗൈസ്, നമ്മളിപ്പോൾ ചെറിയൊരു സംഭവമാണ്. കാരണം ഈ വണ്ടി ഡെലിവറി ആകുമ്പോൾ ഇത് ഇറക്കുമ്പോൾ ചെറിയൊരു ഡാമേജ് പറ്റി ഫ്രണ്ടിൽ. ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു ഇത് റീപ്ലേസ് ചെയ്യാം. സാറ്റർഡേ ആകുമ്പോൾ വെല്ലോസ് തന്നെ, പക്ഷെ വേറെ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ സാറ്റർഡേ ആയിരിക്കും വേറെ കിട്ടുക. ഇത് തന്നെയാണ് കമ്പനി ഇതൊക്കെ. പക്ഷെ നമുക്ക് സാറ്റർഡേ ആണ് കിട്ടുക. അപ്പോൾ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ദിവസം തന്നെ കിട്ടും ഗൈസ്. അത് നമുക്ക് സാറ്റർഡേ കിട്ടും. ഇത് നമ്മളിപ്പോൾ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. നമ്മളിനി വേറെ വണ്ടിയിൽ പോകും. നമ്മളിപ്പോൾ ഊബറിലാണ് ഗൈസ് പോകുന്നത്. ഇനി നമ്മൾ ഗറാഫിൽ പോയിട്ട് കാർ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിനി സോ ഗൈസ്, നമ്മൾ ഇനി ലുലു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷോറൂം എന്നൊക്കെ ഇറങ്ങി നമ്മൾ ലുലു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഫുഡ് കഴിക്കണം, എന്നിട്ട് വീട്ടിൽ പോകണം. Yeah. After that, they tell me no. സോ ഗൈസ്, പപ്പയ്ക്ക് ഒരു ഡൗട്ടും ഇല്ല. അങ്ങനെ ഇങ്ങനെ നമ്മൾ ലുലുവിൽ എത്തിച്ചു. ഞാനും അമ്മയും കൂടി കുറേ പ്ലാൻ ചെയ്ത്. നിങ്ങൾ നേരത്തെ സ്ക്രീൻ റെക്കോർഡ് കണ്ടില്ലേ? അത് ഞാനും നേരത്തെ പറഞ്ഞ ഒരു അമ്മയും കൂടിയിട്ട് ഇങ്ങനെ ചാറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇങ്ങനെ നമ്മൾ ലുലുവിൽ എത്തിച്ചു. ഇനി നമുക്ക് നേരെ ഞാനും ലുലുത്തെ ഒരു മലബാറത്തെ ഒരു അങ്കിളുമായിട്ട്, ഒരു ഏട്ടനുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്തു. ഇപ്പോൾ എല്ലാം സെറ്റാണ് ഗൈസ്. ഇപ്പോൾ ഇവിടെ എത്തി. ഒരു ഡൗട്ടും ഇല്ല കേട്ടോ. പിന്നെ എനിക്ക് സെക്കൻഡ് സ്റ്റെപ്പ് നോക്കണം പറഞ്ഞിട്ടൊക്കെയാണ് ഞാനിപ്പോൾ ഉള്ളിൽ കയറാൻ പോകുന്നത്. എന്നിട്ട് അങ്ങനെ ഞാൻ സാധാ പോലെ വ്ളോഗ് എടുക്കും. എന്നിട്ട് അങ്ങനെ അത് എന്താ ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞു, എനിക്കറിയില്ല. ഞാനും അമ്മയും ചേച്ചിക്കും മാത്രമേ ഇതൊക്കെ അറിയുള്ളൂ. ബാക്കിൽ ഇത്ര മതി.
ആ നമ്മളൊരു ഗോൾഡ് ബിസ്ക്കറ്റാട്ടോ കൊടുക്കുന്നത്. പൈസയൊക്കെ നമ്മൾ ഓൾറെഡി ട്രാൻസ്ഫറൊക്കെ ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചു കേട്ടോ. അപ്പോൾ നമുക്കിനി നേരെ മലബാറിലോട്ട് പോകാം. നമ്മളിപ്പം എന്താണ് ചായയും കടിയൊക്കെ കഴിച്ചിട്ട് നിൽക്കുകയാണ്. ഇനിയാണെങ്കിൽ സെക്കൻഡ് സ്റ്റഡ് നോക്കാൻ പോകുന്നത് പറഞ്ഞിട്ട് പോകുന്നു കേട്ടോ. നമുക്ക് നേരെ സെറ്റാക്കാം. എന്തോ ഇത് പറഞ്ഞിട്ട് പോവുകയാണ് ഗൈസ്. ഒന്നും അറിഞ്ഞൂടാ. കിട്ടിയിട്ടുണ്ട് കയ്യിൽ, നമുക്കിനി കൊടുക്കാം. പപ്പ എന്നാ അമ്മയുടെ വക വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ്. കാര്യങ്ങളെല്ലാം ചോദിച്ചു പോയിട്ടുണ്ടായിരുന്നു. അമ്മ അയച്ചൊന്നില്ലേ, അത് കൊടുത്തോ. സർപ്രൈസായിട്ട് കൊടുക്കാനോ. സെക്കൻഡ് സ്റ്റെഡാ സെക്കൻഡ് സ്റ്റെഡ് ആയതുകൊണ്ട് നോക്കുന്നു. അല്ല ജസ്റ്റ് ഇത് ഗോൾഡ് ഉണ്ടാവുള്ളൂ. സെക്കൻഡ് സ്റ്റെഡ് ഒന്നും നോക്കുന്നില്ല. ശാലുമായി ആരും വരുന്നില്ല. അവർക്കൊക്കെ അറിയാം. ബിസ്ക്കറ്റ് ആണെങ്കിൽ അന്ന് വന്നപ്പോൾ ഞാനും അമ്മയും കൂടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞപ്പോൾ ബ്രേസ്ലെറ്റ് നോക്കണേ. ബ്രേസ്ലെറ്റ് എന്താ ലൂസ് എന്ന് പറഞ്ഞിട്ട് നോക്കണം. അമ്മയ്ക്ക് മെസ്സേജ് ചെയ്യണേ ഗൈസ്. ചേച്ചിനെ വിളിച്ചോണ്ടിരിക്കുകയാണ്. അതെ, അവിടെ കൊണ്ടുവച്ചു. അടുത്ത ദിവസം രാവിലെ അമ്മ നേരത്തെ കുളിക്കുമല്ലോ, നേരത്തെ കുളിച്ച് അവിടെയാണ് പൂജാ റൂം. അവിടെ കണ്ട് അമ്മ, ഞാൻ അവിടെ വെച്ചു. പൂജാ റൂമിന്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു, കാണത്തക്ക രീതിയിൽ ഗിഫ്റ്റ് പാക്ക് ചെയ്തിട്ട്. അമ്മ രാവിലെ അത് കണ്ടുകൊണ്ട് അമ്മ നെട്ടി. പ്രതീക്ഷിക്കുക. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ മന്തി കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഗിഫ്റ്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇനി മന്തി കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോകാൻ നിൽക്കുകയാണ് ഗൈസ്. ഭയങ്കര മന്തി വന്നിട്ട് കാണാം.